ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫോർട്ടിഗേറ്റ് ഫയർവാളിൽ സബ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ടോപ്പിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ ടോപ്പോളജിയെ കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ഇതാണ് എൻ്റെ ലാൻ ഇൻ്റർഫേസ്. ഫോർട്ടിഗേറ്റ് ഫയർവാളിൽ പോർട്ട് 3 ആണ് എൻ്റെ ലാൻ. ഓക്കെ, ഇൻ്റർഫേസിൽ ഞാൻ കൊടുത്തിട്ടുള്ള IP 192.168.1.1 ആണ് ഗേറ്റ് വേ ആൻഡ് 1 സീരീസ് ആണ് എൻ്റെ ലാൻ ഇൻ്റർഫേസ് IP. ആൻഡ് DMZ സോൺ ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുള്ള 2 VLAN ഉണ്ട്. റൗട്ടർ 3 എന്താണ് VLAN 10 ആണ് ആൻഡ് റൗട്ടർ 4 VLAN 2 ആണ്. ഓക്കെ, ഇതിൻ്റെ IP എന്നുള്ളത് 172.16.10.10 ആണ് ഈ റൗട്ടറിൻ്റെ IP. അതുപോലെ തന്നെ 20.10 എന്നാണ് ഈ VLAN 20യുടെ ഈ റൗട്ടറിൻ്റെ IP. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യാൻ നോക്കുക. അതിന് മുന്നായിട്ട് നമ്മൾ ഓരോ ഇൻ്റർഫേസിനും ഓരോ ഡിവൈസിനും IP കൊടുത്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, അതായത് റൗട്ടർ 2ലേക്ക് പോവുക. റൗട്ടർ 2ൽ ഇൻ്റർഫേസിന് IP കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. ഓക്കെ, ഇൻ്റർഫേസിന് ഞാൻ IP കൊടുത്തിട്ടുണ്ട്. അതായത് 1.10 ആണ് 192.168.1.10 ആണ് ഇത് IP കൊടുത്തത്. ഇൻ്റർഫേസ് സ്റ്റാറ്റസ് അപ്പാണ്. ഓക്കെ, അതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ റൗട്ടിംഗ് ടേബിൾ നോക്കാം. ഓക്കെ, ഇതിൻ്റെ റൗട്ടിംഗ് ടേബിളിൽ ഞാൻ ഡീഫോൾട്ട് റൗട്ട് ചെയ്തിട്ടുണ്ട് ഗേറ്റ് വേ. ഈ ഗേറ്റ് വേ ആണ് ഫയർവാൾ പോർട്ട് 3യുടെ IP ആണ് കൊടുത്തിട്ടുള്ളത് ഗേറ്റ് വേ ആയിട്ട്. നെസ്റ്റ് ഹോപ്പ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 192.168.1.1. ഓക്കെ, അപ്പോൾ അത് ഡണ്ണായി. അതിനുശേഷം നമ്മൾ പോകേണ്ടത് റൗട്ടർ 3യിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഈ റൗട്ടർ 3യിലും അതുപോലെ തന്നെ IP കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതായത് 170.16.10.10 ആണ് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് അപ്പാണ്. അതുപോലെ തന്നെ ഇതിൽ റൗട്ടിംഗ് ടേബിൾ നോക്കുക. ഓക്കെ, ഇതിലും ഡീഫോൾട്ടായിട്ട് ഞാൻ റൗട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെസ്റ്റ് ഹോപ്പ് വരുന്നത് 10.1 ആണ്. അതായത് ഈ VLAN ഞാനിവിടെ കോൺഫിഗർ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ IP ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് അതിൻ്റെ ഗേറ്റ് വേ അതിൻ്റെ നെസ്റ്റ് ഹോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ്. അതിന് ശേഷം റൗട്ടർ 4ലേക്ക് പോവുക. ഓക്കെ, റൗട്ടർ 4ൽ പോയതിന് ശേഷം അതിന് ഇൻ്റർഫേസിന് IP കൊടുത്തിട്ട് വെക്കുക. ഓക്കെ, ഈ റൗട്ടറിൻ്റെ ഇൻ്റർഫേസിന് IP കൊടുത്തിട്ടില്ല. അപ്പോൾ IP കൊടുക്കുക. ഇൻ്റർഫേസ് E0/0 IP അഡ്രസ് 172.60.20.10 255.255.250. ഓക്കെ, ആൻഡ് നോ ഷട്ട് ഡൗൺ അടിച്ചു. ഇനി ഡീഫോൾട്ട് റൗട്ടിങ് ചെയ്യാണ്. IP റൗട്ട് ഓക്കെ, നെസ്റ്റ് ഹോപ്പായിട്ട് 20.10 ആണ് കൊടുത്തിട്ടുള്ളത്. നെസ്റ്റ് ഹോപ്പായിട്ട് 20.1 ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ റൗട്ടിംഗ് ടേബിൾ നോക്കുമ്പോൾ നെസ്റ്റ് ഹോപ്പായിട്ട് 170.16.20.1 ആണ്. അപ്പം റൗട്ടറിലുള്ള കോൺഫിഗറേഷൻ കഴിഞ്ഞ് ഇത് സ്വിച്ചിലേക്കുള്ളതാണ്. സ്വിച്ച് ചെറിയ കോൺഫിഗറേഷൻ ഉണ്ട്. അത് നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്യണം. ഈ 10 VLAനും 20 VLAN നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് VLAN ക്രിയേറ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ VLAN ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം VLAN 10, അതുപോലെ തന്നെ VLAN 20 ഞാൻ മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ നെയിം എന്താണെന്നുള്ളതും. റൗട്ടർ 3യിലാണ് VLAN 10 ഉള്ളത്, അതുപോലെ തന്നെ 20 ഉള്ളത് 4ലാണ്. പക്ഷേ ഞാൻ ഇൻ്റർഫേസ് അലോക്കേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇൻ്റർഫേസ് E0/1. ഓക്കെ, അതായത് ഈ ഇൻ്റർഫേസ് ഏത് VLAN എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വിച്ച് പോർട്ട്, മോഡ്, ആക്സസ് ആൻഡ് സ്വിച്ച് പോർട്ട്, ആക്സസ് VLAN 10. ഓക്കെ, എക്സിറ്റ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കോൺഫിഗറേഷൻ ഇവിടെ നമുക്കൊരു എറർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എററല്ല, അതായത് ഡുപ്ലക്സ് മിക്സ് മാച്ച് ഓപ്ഷൻ ഇത് കാണിക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യുക. അത് ആ ഇൻ്റർഫേസിൽ പോയിട്ട് ചെയ്യുക.
ഡുപ്ലക്സ് ഫുള്ള്. ഓക്കെ, അങ്ങനെ അടിച്ചാൽ ആ മെസ്സേജ് നിൽക്കുന്നതാണ്. അതായത് ഡുപ്ലക്സ് രണ്ട് റൗട്ടറിലും അതായത് സ്വിച്ചിലും ഒരേ ഡുപ്ലക്സ് ആകുമ്പോൾ പ്രശ്നമില്ല. അത് ചിലപ്പോൾ ഇത് ഹാഫ് ഡുപ്ലക്സ് ആയിരിക്കും, ഇത് ഫുൾ ഡുപ്ലക്സ് ആയിരിക്കും. അതുകൊണ്ടുള്ള മിസ് മാച്ച് ഇഷ്യൂ ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അത് ഇൻ്റർഫേസ് ടൂല് കാണിക്കുന്നത് ഇതേപോലെ നമ്മൾ ചെയ്തിട്ടില്ല, അപ്പോൾ അതും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻ്റർഫേസ് അലോക്കേഷൻ കൊടുക്കുക. അതായത് ഇൻ്റർഫേസ് /ടൂല് കൊടുത്തിട്ട് സ്വിച്ച് പോർട്ട് മോഡ് ആക്സസ് ആൻഡ് സ്വിച്ച് പോർട്ട് ആക്സസ് VLAN 20. ഓക്കെ, അത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഡുപ്ലക്സ് ഫുള്ളെന്ന് കൊടുക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ റീച്ചബിലിറ്റി കിട്ടും. എറർ മെസ്സേജ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്ത് നമ്മൾ VLAൻ്റെ നോക്കുക. ഡു ഷോ VLAN അടിക്കുമ്പോൾ നമ്മൾ ഇൻ്റർഫേസ് അലോക്കേഷൻ നമ്മൾ VLAN 10 ഉണ്ട്. അതുപോലെ തന്നെ റൗട്ടർ 3 ആണ് നെയിം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ അത് ഏത് ഇൻ്റർഫേസാണ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 20 കാണിക്കുന്നുണ്ട്, ഏത് ഇൻ്റർഫേസാണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു കോൺഫിഗറേഷൻ വരുന്നത് ഇൻ്റർഫേസ് E0/0 സ്വിച്ച് പോർട്ട് trunk encapsulation .1q ആൻഡ് സ്വിച്ച് പോർട്ട് മോഡ് trunk. ഓക്കെ, അത് ആ കോൺഫിഗറേഷൻ കഴിഞ്ഞാൽ അത് ഈ ഇൻ്റർഫേസിൻ്റെ നമ്മൾ ട്രങ്ക് ആക്കാണ്. അതായത് ഈ ഇൻ്റർഫേസ് നമ്മൾ ട്രങ്ക് ആക്കിക്കണം. ഓക്കെ, സ്വിച്ച് ടു ഫയർവാളിൻ്റെ ട്രങ്ക് ഇൻ്റർഫേസാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്വിച്ചിൻ്റെയും റൗട്ടറിൻ്റെയും കോൺഫിഗറേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫയർവാളിൻ്റെ കോൺഫിഗറേഷനിലേക്കാണ് പോകുന്നത്. ഫയർവാളിൻ്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ ഫയർവാൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻ്റർഫേസിന് IP കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഇൻ്റർഫേസിന് IP കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർഫേസിൻ്റെ അതായത് എൻ്റെ LAN ഇൻ്റർഫേസ് പോർട്ട് 3 ആണ്. അപ്പോൾ പോർട്ട് 3യിൽ പോയിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്യുക. പോർട്ട് 3 നമ്മൾ ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട് LAN. അതുപോലെ തന്നെ ഇതിൻ്റെ റൂള്, അതായത് പോർട്ട് 3യുടെ റൂൾ എന്താണ്, LAN ഇൻ്റർഫേസ് ആണ്. അതുപോലെ തന്നെ അതിന് IP കൊടുക്കുക 192.168.1.1 ആണ് /24. അതുപോലെ തന്നെ DHCP ആണെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, ഞാൻ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ പിങ് മാത്രമേ ഞാൻ അലോക്കേഷൻ ചെയ്തിട്ടുള്ളൂ, അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ്. ഓക്കെ, അതിനുശേഷം ഓക്കെ അടിക്കാം. അതായത് പോർട്ട് 3 നമ്മൾ കോൺഫിഗർ ചെയ്തു. ഇനി അതുപോലെ തന്നെ നമ്മുടെ പോർട്ട് 2ൽ കോൺഫിഗർ ചെയ്യുക. അതായത് പോർട്ട് 2 ഇൻ്റർഫേസ് നമ്മൾ കോൺഫിഗർ ചെയ്യുക. അത് പോർട്ട് 2 ആൻഡ് ഇവിടെ നമ്മൾ DMZ ഫോർ എക്സാമ്പിൾ. ഓക്കെ, DMZ നമ്മുടെ ഇൻ്റർഫേസ് DMZ ആണ്. DMZ കോൺഫിഗർ ചെയ്ത് അതുപോലെ തന്നെ റൂൾ എന്താണെന്നുള്ളതും DMZ ആണ്. ലാനും വാനും എന്നല്ല, DMZ ആണ്. എന്നിട്ട് നമ്മൾ ആ ഇൻ്റർഫേസിന് എന്താണ് നമ്മൾ IP കൊടുക്കേണ്ട ആവശ്യമില്ല, ഫുള്ള് 0 ആക്കുക. അതായത് ഡീഫോൾട്ട് IP വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ആണ് വേണ്ടതെന്നുള്ളത് അത് നമ്മൾ അലോക്കേഷൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ അവിടെ പിങ് മാത്രമല്ല, നമുക്ക് റീച്ചബിലിറ്റി അകത്ത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഓക്കെ, അതിനുശേഷം ഓക്കെ അടിക്കുക. ഇനി എങ്ങനെയാണ് സബ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതേപോയിട്ട് ക്രിയേറ്റ് ന്യൂ എന്ന് അടിക്കുക, അതിൽ ഇൻ്റർഫേസ് എന്ന ഓപ്ഷൻ അടിക്കുക. അതിനുശേഷം നമ്മൾ പേരടിക്കുക, അതായത് VLAN 10. ഓക്കെ, അതിനുശേഷം ടൈപ്പ് നമുക്കറിയാം, ലിങ്ക് അഗ്രിഗേഷൻ ഉണ്ട്, ലൂപ്പ് ഇൻ്റർഫേസ് ഉണ്ട്, അതുപോലെ VLAN ഉണ്ട്, SLVPN ഉണ്ട്, സോഫ്റ്റ്വെയർ സ്വിച്ചസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് സബ് ഇൻ്റർഫേസ് നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഏത് ഇൻ്റർഫേസ് ആണെന്നുള്ളത് DMZ പോർട്ട് 2 ആണ്. അതുപോലെ തന്നെ VLAN ID 10 ആണ്. അതുപോലെ തന്നെ റൂൾ എന്താണെന്നതും DMZ ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ IP കൊടുക്കുക. അതായത് VLAN 10 നമ്മളോട് IP കൊടുത്തിട്ടുള്ളത് 172.16.10.1 ആണ്. അത് കൊടുക്കുക. 172.16.10.1/24 ആണ്. അത് ഓക്കെ കൊടുത്തു. പിങ് അലോക്കേഷൻ കൊടുത്തു, അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് പിങ് അലോക്കേഷൻ കൊടുത്തു. ഓക്കെ അടിക്കുക. അതിനുശേഷം രണ്ടാമത്തെ VLAN നമ്മൾ ഒരു VLAN ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ VLAN നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സെയിം മെത്തേഡ് തന്നെയാണ്. ന്യൂ ക്രിയേറ്റ് ചെയ്യുക, VLAN അടിക്കുക, 20 അടിക്കുക. അതിനുശേഷം VLAN ടൈപ്പ് VLAN ആൻഡ് ഇൻ്റർഫേസ് ഏതാണ് DMZ പോർട്ട് 2 ആൻഡ് VLAN ID 20 ആണ്. ഓക്കെ, അതിൽ റൂൾ എന്താണ് DMZ ആണ്. അതിന് IP എന്താണെന്ന് കൊടുക്കുക 170.60.20.1/24. ഓക്കെ, അലോക്കേഷൻ പിങ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് പിങ് കൊടുക്കുക. ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ രണ്ട് ഇൻ്റർഫേസിനും
അതായത് രണ്ട് VLAN ക്രിയേറ്റ് ചെയ്തു, സബ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇൻ്റർഫേസിൻ്റെ ടൈപ്പ് എന്താണെന്നുള്ളത് VLAN-ആണ്. അപ്പോൾ അതിന് IP അഡ്രസ്സ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് VLAN 10-ന് 170.16.10. 170.16.20. VLAN 20 നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പോളിസിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി പോളിസി ഒബ്ജക്റ്റിൽ പോവുക. പോളിസി ഒബ്ജക്റ്റിൽ പോയതിന് ശേഷം നമ്മൾ പുതിയ ഇപ്പോൾ ഓൾറെഡി ബൈ ഡിഫോൾട്ട് LAN to ഇൻ്റർനെറ്റ് ഞാൻ ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, ഓൾ ടു ഓൾ. അതൊന്നും ചെയ്യേണ്ട, നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം അതായത് LAN to VLAN 10-ലേക്കുള്ളത് ഇൻകമ്മിങ് ഏതാണ്? LAN 2 ആണ്, പോർട്ട് 3 ആണ്. ഔട്ട് ഗോയിങ് അതായത് VLAN 10 ആണ്. സോഴ്സ് ഓളാണ്. അതുപോലെ തന്നെ സർവീസ് ഓൾ അടിക്കുക. അതിനുശേഷം ഇവിടെ നാറ്റിൻ്റെ ആവശ്യമില്ല, നാറ്റ് ഡിസേബിൾ ചെയ്യുക. ആൾ സെഷൻ മോണിറ്ററിങ് കൊടുക്കുക, ട്രാഫിക് കൊടുക്കുക. അതിനുശേഷം ഓക്കെ അടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു പുതിയ പോളിസി കൂടി ക്രിയേറ്റ് ചെയ്യുക. LAN to VLAN 20-ലേക്ക്. ഓക്കെ, VLAN 20-ലേക്ക് ഇൻകമ്മിങ് ട്രാഫിക് LAN and outgoing traffic 20, VLAN 20, source to all and destination to all and service to all and disable to NAT and go to the log allocation traffics and all session enable. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ ഓക്കെ അടിക്കുക. അപ്പോൾ രണ്ട് പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ റീച്ചബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഈ റൗട്ടർ ടു ഈ റൗട്ടറിലേക്ക് റീച്ചബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അതായത് 2-ൽ നിന്ന്. ഓക്കെ, .170.60.10.10. ഓക്കെ, റീച്ചബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീബഗ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഈ റൗട്ടർ 3-ലേക്കാണ് നമ്മൾ പിങ് ചെയ്തിട്ടുള്ളത്. നമുക്ക് റൗട്ടർ 3-ൻ്റെ ഡീബഗ് ചെയ്ത് നോക്കാം. ഡീബഗ് IP ICMP എന്നാണ്. ഓക്കെ, IP ICMP അടിക്കുക. ഡീബഗ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി നമ്മൾ പിങ് അടിക്കുക. അപ്പോൾ ഡീബഗ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടേക്ക് റീച്ചബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റൗട്ടർ 4-ലേക്ക് പോവുക. റൗട്ടർ 4-ലും ഇതുപോലെ തന്നെ ഡീബഗ് ചെയ്ത് നോക്കുക. അവിടേക്ക് റീച്ചബിലിറ്റി കിട്ടുന്നു നോക്കാം. ഓക്കെ, ഓക്കെ, ഡീബഗ് ICMP കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ശേഷം 20. ഓക്കെ, അപ്പോൾ റീച്ചബിലിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടേക്ക് റീച്ചബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് VLAN സബ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക.